SITക്ക് പാളിയോ എന്നുള്ളതാണ് ചോദ്യം. SITക്ക് പാളിയോ ജിമ്മി? SIT വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു സംവിധാനം, കോടതിയുടെ മേൽനോട്ടം അത് അതിലും പ്രതീക്ഷ നൽകി. പക്ഷേ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ SITയെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. 13 പ്രതികൾ അറസ്റ്റിലായി, ജയിലിലായി. മുരാരി ബാബു പുറത്തിറങ്ങുന്നു. ഇന്നേക്ക് 25-ാം ദിവസം പത്മകുമാർ ഇറങ്ങും. ഇന്നേക്ക് 8-ാം ദിവസം ഫെബ്രുവരി 1-ന് പോറ്റി ഇറങ്ങും. നോക്കൂ, വരിവരിയായി ജയിലിലേക്ക് കയറിയവർ വരിവരിയായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് SIT കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, SITക്ക് എന്തുകൊണ്ട് സ്വർണം കണ്ടെത്താനാവുന്നില്ല മുതലായ സംശയങ്ങൾ കേരളത്തിൽ എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. SITക്കുള്ള വലിയ ജനപിന്തുണയും കയ്യടിയും പതുക്കെ SITയെ സംശയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ടായിരിക്കും കുറ്റപത്രം കൊടുക്കാൻ വൈകുക? സംശയം നമ്പർ 1, CPMൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കളടക്കം ജയിലിലാണ്. ഇവർക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ വേണ്ടി, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നുകൂടി ഓർക്കണം, സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ വേണ്ടി കുറ്റപത്രം വൈകിക്കുന്നതാണോ? അങ്ങനെ പത്മകുമാറുമായൊരു ധാരണയുണ്ടോ? എന്തുകൊണ്ട് CPM ഇതുവരെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതിന് വളരെ കൃത്യമായൊരു ഉത്തരം ഇതുവരെ CPMൻ്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ പത്മകുമാറിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണോ ഇത്? സംശയിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെയാണ് വാസു, അതുപോലെ തന്നെയാണ് മറ്റ് 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇതെല്ലാമുണ്ട്. അതോടൊപ്പം ഇപ്പോഴത്തെ ഈ കേസിലെ കിങ് പിന്നായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ഇതിനോടകം തെളിഞ്ഞ, ആ ബന്ധം മറച്ചുവെച്ച അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലല്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. ഇതുപോലെ തന്നെ നുണ പറഞ്ഞ ഇപ്പോഴത്തെ UDF കൺവീനർ അടൂർ പ്രകാശ്, അന്നത്തെ MP, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ജൂലൈ 19, 20 തീയതികളിൽ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പാളികൾ കൊണ്ടുപോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് രമേശ് റാവുവിന് ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളിലും അപൂർണമായി നിൽക്കുന്ന ഒരു സംവിധാനമാണിപ്പോൾ. മറ്റൊന്ന്, ശബരിമലയിൽ നിന്ന് ഇളക്കി ഇത് ആദ്യം പോയത് ഹൈദരാബാദിലേക്കാണെന്നറിയാം. അവിടെ ഒരു ജുവലറിയെക്കുറിച്ചുള്ള, മന്ത്ര ജുവലറിയെക്കുറിച്ചുള്ള പല കഥകളുമുണ്ട്. അതിന് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷനുമായുള്ള ബന്ധമുണ്ട്. പക്ഷേ ഹൈദരാബാദിലും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ SIT എന്താണ് ഒരു മെല്ലെപ്പോക്ക് എന്നതിനെക്കുറിച്ചൊരു സംശയം ആരെങ്കിലുമൊക്കെ ഉന്നയിച്ചാൽ സംശയം പറയാനേ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ പലയിടത്തായി നിൽക്കുന്നു. ചിലരെയൊക്കെ പിടിക്കുന്നു, ചിലരെയൊക്കെ ചോദ്യം ചെയ്ത് വിടുന്നു. പ്രശാന്തിൻ്റെ കാര്യത്തിൽ കോടതി ആദ്യം മുതലേ വിമർശനം ഉന്നയിക്കുകയും പ്രശാന്തിൻ്റെ നേതൃത്വത്തിലാണോ പഴയ കള്ളത്തരം മറയ്ക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നു കോടതി. പക്ഷേ പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ SIT അന്വേഷണം വൈകിപ്പിക്കുകയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. പക്ഷേ ഈ കേസിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആഗ്രഹം ഒരു കേസിൽ ഒന്ന് പറ്റുമെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ ജയിലിടിയും വരെ അയാൾ പുറത്തിറങ്ങരുത്. ഇതാണ് നമ്മുടെ ഏത് കേസാണെങ്കിലും, അതിപ്പോൾ മാല പൊട്ടിച്ച കേസായാലും കുത്തിക്കൊന്ന കേസായാലും കൊല്ലാൻ ശ്രമിച്ച കേസായാലും ജനത്തിൻ്റെ ഒരു പൊതു സൈക്ക് അങ്ങനെയാണ്. പക്ഷേ ഒരു പരിഷ്കൃത സമൂഹം അങ്ങനല്ല കരുതുന്നേ. നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം ഈ കേസിൽ കുറ്റവാളികളെ കണ്ടെത്തുകയും കൃത്യമായ കുറ്റപത്രം വരികയും ആ കുറ്റപത്രത്തിൻ്റെ ബലത്തിൽ ഇവർ പ്രതികളാണെങ്കിൽ, കുറ്റവാളികളാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അതാണല്ലോ നിയമം. എന്താണ് പറയുന്നത്? 10 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെങ്കിൽ കുറ്റപത്രം 90 ദിവസത്തിനകം, അറസ്റ്റ് 90 ദിവസത്തിനകം സമർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പ്രതികളെ നിങ്ങൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവർ അർഹരാണ്. ഇനി 10 കൊല്ലത്തിന് താഴെയുള്ള ശിക്ഷയാണെങ്കിലോ 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇവരെ നിങ്ങൾ പുറത്തുവിടണം. എന്ന് വെച്ചാൽ അവരെ വെറുതെ വിടണമെന്നല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരാൾ കുറ്റവാളിയാണെന്ന സംശയത്തിൽ, പ്രതി എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്, അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും കുറ്റം തെളിയിക്കപ്പെടുന്നവരെ ജയിലിൽ കിടക്കണം എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ രീതി. പരിഷ്കൃത സമൂഹത്തിലും തലയിൽ ആൾതാമസമുള്ള ആരും അത് പറയില്ല. ബാക്കിയൊക്കെ വാശിയാണ്. നായകൻ വില്ലനെ അടിച്ച് പരത്തണമെന്നും കൊല്ലണമെന്നും സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കയ്യടിയാണ്. ബാക്കി ശരിക്കുള്ള നിയമത്തിൽ അങ്ങനെ ഒരു പ്രസക്തിയേ ഇല്ല. പല കേസുകളിലും നമ്മൾ പല ബലാത്സംഗ കേസുകൾ, കൊലക്കേസുകളിലൊക്കെ ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം കിട്ടരുത് എന്ന വാശിയിൽ 90 ദിവസത്തിന് മുമ്പ് ഓടിക്കൊണ്ട് കുറ്റപത്രം കൊടുക്കുക. അവസാനം ഈ കുറ്റപത്രം പൊളിഞ്ഞ് പാളീസായി പ്രതികൾ പുറത്തിറങ്ങുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വാശിപ്പുറത്താണ്. അതായത് വല്ലാത്തൊരു സമ്മർദ്ദം സമൂഹത്തിൻ്റെ മൊത്തത്തിലുണ്ട്. പറയുന്ന ഘട്ടത്തൊന്നും ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവരിനി ഒരു കാലത്തും ശിക്ഷിക്കപ്പെടുന്നില്ല, അവരൊക്കെ പുറത്തു പോവുകയാണെന്ന് തോന്നും. അങ്ങനെയല്ല. ഒരു കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള യുക്തി, മുമ്പിലുള്ള തീരുമാനം, മുമ്പിലുള്ള അവരുടെ ചലഞ്ച്. അത് മര്യാദയ്ക്ക് ചെയ്യാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കേസിൽ CPMയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി SIT കളിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്ഷേപിക്കാം. സംശയിക്കാനും സാധ്യതയുണ്ട്. പല ആളുകളെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഹൈദരാബാദിലേക്ക് അന്വേഷണം പോയില്ല മുതലായ ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ
കണ്ണ് മാറാൻ പാടില്ല. ഇത് കുറ്റമറ്റ രീതിയിലുള്ളൊരു ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ പ്രതികൾ വേണമെങ്കിൽ ജയിലിന് പുറത്തോട്ട് പൊക്കോട്ടെ, അവരെ വെറുതെ വിടുകയല്ല. അവരിൽ നിന്ന് തെളിവുകൾ മുഴുവൻ ശേഖരിച്ച് അന്വേഷണ സംഘം കുറ്റമറ്റ രീതിയിലുള്ളൊരു കേസ് ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ കേസ് ബിൽഡ് ചെയ്ത് തീരട്ടെ. അതുവരെ ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് കാണണം. SITക്ക് പുറത്ത് അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ അവരെ രക്ഷിക്കാനാണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളെല്ലാം പറഞ്ഞല്ലേ ഇന്നാ കുറ്റപത്രം എന്ന് പറഞ്ഞ് കുറ്റപത്രം കൊടുക്കുന്നു, വളരെ പെട്ടെന്ന് ട്രയലിലേക്ക് പോകുന്നു, പുല്ല് പോലെ ഈ പ്രതികളെല്ലാം ഇറങ്ങിപ്പോയാലോ? അപ്പോൾ എന്തായിരിക്കും ന്യായം? അങ്ങനെ സംഭവങ്ങളുണ്ട്, എത്രയോ കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ SITയുടെ പുറത്ത് SIT നിങ്ങൾക്ക് സംശയിക്കാം, SITക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് കരുതാം. പക്ഷേ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ അപരാധമായി കാണാനേ പാടില്ല. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലായാലും ഏത് കേസിലായാലും കുറ്റപത്രം കൃത്യമായി വരട്ടെ, ഒരു പഴുതുമില്ലാതെ മുഴുവൻ കാര്യങ്ങളും കണ്ടുപിടിക്കട്ടെ, മുഴുവൻ കുറ്റവാളികളും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, അവരുടെ മൊഴികളെടുക്കപ്പെടട്ടെ, അതിനുശേഷം കുറ്റപത്രം വന്ന കേസ് ട്രയലിലേക്ക് പോകട്ടെ, വളരെ വേഗം വിധി വരട്ടെ. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതല്ലാതെ പ്രതികൾ എല്ലാ കാലത്തും ജയിൽ കിടക്കണം, അതിന് കുറ്റപത്രം കൊടുക്കുന്നു, ആ കുറ്റപത്രത്തിൽ നിന്ന് പെട്ടെന്ന് ട്രയലിലേക്ക് പോകുന്നു എന്നുള്ളത് യുക്തിയിൽ ചിലവാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ SITയെ സംശയിക്കാനുള്ള എല്ലാ വകകളും വേണമെങ്കിൽ ഒരു വശത്തുണ്ടെങ്കിൽ പോലും സമയം കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ശ്രദ്ധിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു ബെഞ്ച് ഈ അന്വേഷണത്തെക്കുറിച്ച് പല സംശയങ്ങളും പറയുമ്പോഴും ഈ അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഈ പണ്ടോര ബോക്സ് തുറന്ന ശബരിമല സ്പെഷ്യൽ ബെഞ്ച്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം കോടതിയെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ സംശയങ്ങളെല്ലാം എൻ്റെ കൂടെയുണ്ട്, പക്ഷേ ഞാൻ കോടതിയെ വിശ്വസിക്കുന്നു, ഞാൻ അന്വേഷണ സംഘത്തെ വിശ്വസിക്കുന്നു. പ്രതികൾ ഓരോരുത്തരായി ജാമ്യം കിട്ടി പുറത്തു പോയാലും കുറ്റമറ്റ ഒരു കുറ്റപത്രം വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിലാണ് എൻ്റെ പ്രതീക്ഷ. പ്രതികൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. Meet the editors.